ഈ പുഴയും കടന്ന സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കാവേരി ജോലി സ്ഥലത്തേക്ക് വരാണ്. അവിടെ എത്തിയപ്പോഴേക്കും ഇതാ വരുന്നു കുറച്ച് ഗസ്റ്റുകളൊക്കെ അങ്ങോട്ടേക്ക്. അവർ വന്ന് അവിടെയുള്ള കാര്യങ്ങളൊക്കെ തിരുത്തി റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ കാവേരി അതൊക്കെ കൃത്യമായി തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അല്ല ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്താൽ നാളെ എത്ര മണിയാകുമ്പോൾ ഞങ്ങൾക്ക് ഒഴിയാൻ പറ്റുമെന്ന്. അന്നേരം കാവേരി പറഞ്ഞു, ദാ ഇപ്പം 3 മണിയായില്ലേ, 3 മണിക്ക് അഡ്മിഷൻ എടുത്താൽ നാളെ ഒരു 11 മണിയാകുമ്പോഴേക്കും വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ അവർക്കതൊരു അമ്പരപ്പായി. അതെന്താ അങ്ങനെ, സാധാരണ 24 മണിക്കൂർ കിട്ടാറുള്ളതാണല്ലോ എന്ന് ചോദിച്ചു. പക്ഷേ കാവേരി പറഞ്ഞു, ഇവിടെ 11-12 മണിക്കൂർ മാത്രമേ കിട്ടത്തുള്ളൂ എന്ന്. അത് കേട്ടപ്പോൾ അവർക്ക് ദേഷ്യം വന്നു. അല്ല ഇതെവിടുത്തെ ന്യായമാണ്, ഞങ്ങൾ ഇതിനു മുൻപ് പോയിടത്തൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് അവർ പറഞ്ഞു. അയാളുടെ ഭാര്യയും അത് ശരിവെച്ചു. 24 മണിക്കൂർ കിട്ടുന്ന സ്ഥലങ്ങളാണല്ലോ ഇവിടെ മാത്രം എന്താ ഇങ്ങനെയെന്ന് അവർ ചോദിച്ചു. കാവേരി പറയുന്നുണ്ട്, ഇവിടുത്തെ നിയമം ഇങ്ങനെയാണ്, ഇങ്ങനെ മാത്രമേ റൂം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്. അത് കേട്ടപ്പോൾ അവർക്കത് അത്രയ്ക്ക് പിടിച്ചില്ല. എന്നാൽ ഞങ്ങൾക്കിത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ അടുത്തെങ്ങാനും ഏതെങ്കിലും ഹോം സ്റ്റേ ഉണ്ടോ എന്ന് അവർ തിരക്കി. കാവേരി പറഞ്ഞു, അടുത്തെങ്ങും അങ്ങനെയുള്ളതായിട്ടൊന്നും അറിയില്ല, മിക്കവാറും എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഒരെണ്ണമുണ്ട് തൊട്ടടുത്തായിട്ട് എന്ന് പറഞ്ഞ് കാവേരി തൻ്റെ വീടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. അവിടെ പോയി കഴിഞ്ഞാൽ 24 മണിക്കൂർ കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷമായി. ഈ സമയത്താണ് രാജേശ്വരി അങ്ങോട്ടേക്ക് വരുന്നത്. കാവേരി തൻ്റെ വീടിൻ്റെ ആ ഒരു ഹോം സ്റ്റേ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം തന്നെ രാജേശ്വരി കറക്റ്റായിട്ട് അങ്ങ് കേട്ടു. ഓ, അപ്പോൾ ഇതാണല്ലേ ഇവിടുത്തെ പരിപാടി. അവർ പോയപ്പോൾ രാജേശ്വരി പാഞ്ഞ് കാവേരിയുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു. എന്നിട്ട് ഒരൊറ്റ ചോദ്യമായിരിക്കും, എടി ഇവിടുത്തെ ഹോം സ്റ്റേ തകർക്കാൻ നടക്കുവാണല്ലേടി നീ എന്നൊക്കെ പറഞ്ഞ് കാവേരിയുടെ അങ്ങ് ദേഷ്യപ്പെട്ടു. കാവേരി ആകെ പേടിച്ചു പോയി. എന്താ മാഡം എന്ന് ചോദിച്ചപ്പോൾ കാവേരി വിട്ടുകൊടുക്കുന്നില്ല. ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ നീ പതുക്കെ നൈസായിട്ട് നിന്റെ ഹോം സ്റ്റേയിലേക്ക് അങ്ങ് കടത്തുവാണല്ലേ, ഇപ്പോഴല്ലേ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് എന്ന് രാജേശ്വരി ആക്രോശിച്ചു. കാവേരി പറയുന്നുണ്ട്, മാഡം ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കരുത്. ആ സമയത്ത് തന്നെ നിവിൻ അങ്ങോട്ടേക്ക് വന്നു. രാജേശ്വരി അവനോട് ചോദിച്ചു, നീ എവിടെ പോയി കിടക്കുമായിരുന്നു എന്ന്. നിവിൻ പറയുന്നുണ്ട്, ഞാൻ ഇവിടെ റൂം ഒഴിവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ രാജേശ്വരി പറഞ്ഞു, ഇവിടെ നടക്കുന്നത് നീ അറിയുന്നില്ലടാ, ഇവിടെ വരുന്നവരൊക്കെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാണ്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് നിവിൻ പറഞ്ഞപ്പോൾ രാജേശ്വരിക്ക് അങ്ങ് ദേഷ്യം കൂടി. നീ അറിയില്ലല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പരിഹസിച്ചു. കാവേരിയോട് പറയുന്നുണ്ട്, ദേ മര്യാദക്ക് ഇപ്പം തന്നെ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ, നിനക്കിനി ഇവിടെ ഒരു ജോലിയുമില്ല കൂലിയുമില്ല. നിന്നെക്കുറിച്ച് ജയബാലേട്ടൻ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പം എനിക്കെല്ലാം തന്നെ ബോധ്യപ്പെട്ടു. നീ അവിടെ ഹോം സ്റ്റേയിൽ തകർക്കുവാണെന്ന് ഞാൻ കണ്ടു. നാശം പിടിച്ചവളെ, ഇവിടെ നിന്നും കടന്നുപോയിക്കോ, നിന്റെ മുഖം ഇനി എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വല്ലാത്ത ശാപവാക്കുകളങ്ങ് വിളിച്ചു പറയാണ് രാജേശ്വരി. കാവേരിക്ക് അത് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു. കാവേരി ചാടി എഴുന്നേറ്റ് അവളുടെ നേരെ അങ്ങ് ചെന്നു. എന്നിട്ട് പറയുന്നത്, നിങ്ങളുടെ ഹോം സ്റ്റേയിൽ അല്ലെങ്കിൽ ഈ ജീവനാഥത്തിൽ തന്നെ ജോലി ചെയ്യണമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. ശരി, ഇപ്പം ഞാൻ ഇവിടെ നിന്നും ഇറങ്ങുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഈ ഹോം സ്റ്റേയിലേക്കാൾ വലിയൊരെണ്ണം 1 വർഷത്തിനുള്ളിൽ തന്നെ ഞാൻ തുടങ്ങിയിരിക്കും. നിങ്ങൾ കണ്ടോ എന്ന് കാവേരി രാജേശ്വരി അങ്ങ് വെല്ലുവിളിച്ചു. രാജേശ്വരി പുച്ഛിച്ചു. എന്നാൽ അതൊന്ന് കാണട്ടെ. 2 മുറിയും വെച്ച് അവർക്കതിൻ്റെ അഹങ്കാരമാണ്. അഹങ്കാരത്തിനൊട്ടും കുറവില്ലല്ലോ എന്നൊക്കെ പറയും. കാവേരി വിട്ടുകൊടുത്തില്ല. എന്നെ അത്ര അങ്ങോട്ടേക്ക് നിങ്ങൾ തരം താഴ്ത്തേണ്ട. ഈ കാവേരി ആരാണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അപ്പോൾ നിവിൻ അങ്ങോട്ടേക്ക് ഓടി വന്നു. എന്താ കാവേരി പ്രശ്നമെന്ന് ചോദിച്ചു. കാവേരി ഒന്നും മിണ്ടാതെ സ്കൂട്ടർ എടുത്ത് അവിടെ നിന്നും പോയി. നിവിൻ അസ്ബിയോട് കാര്യം തിരക്കി. എന്താടാ കാര്യമെന്ന്. കാവേരി പിണങ്ങിപ്പോയതാണ്. അമ്മയുമായിട്ട് എന്തോ ഇഷ്യൂ ആയതാണെന്ന് അവൻ പറഞ്ഞു. ദൈവമേ, പണി പാളിയോ എന്നായിരുന്നു നിവിൻ്റെ പേടി. കാവേരി കുറേ അധികം ദൂരം സ്കൂട്ടി ഓടിച്ചു പോയിട്ട് ഒരു കലുങ്കലിൽ പോയി വന്നിരുന്നു. സങ്കടവും ദേഷ്യമൊക്കെ കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വല്ലാത്തൊരവസ്ഥ. ജോലിയും പോയി ഇനി വീട്ടിൽ പോയാൽ താൻ എന്ത് ചെയ്യും, പണത്തിന് വേണ്ടിയിട്ട് താൻ എന്ത് ചെയ്യും. നിവിൻ അവളുടെ പിന്നാലെ അങ്ങോട്ടേക്കും എത്തി. എന്താ കാവേരി, എന്ത് പറ്റിയെന്ന് നിവിൻ ചോദിച്ചപ്പോൾ കാവേരി അങ്ങ് പൊട്ടിത്തെറിച്ചു. അതൊക്കെ നിങ്ങളുടെ അമ്മയോട് പോയി ചോദിക്ക്. അവർക്ക് എന്തോ ഒരു എല്ല് കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെയും വിശ്വസിക്കില്ല, അവർ വലിയ സംഭവമാണെന്നാ അവരുടെ വിചാരം. നിങ്ങൾ പണക്കാർക്ക് ബാക്കിയുള്ളവരൊക്കെ ചവിട്ടി മെതിക്കാൻ അറിയാമെന്ന് തോന്നും. പക്ഷേ അത് എൻ്റെ അടുത്ത് വേണ്ട എന്ന് കാവേരി തീർത്തും അങ്ങ് പറഞ്ഞു. നിവിൻ നിർബന്ധിച്ചപ്പോൾ അവൾ കാര്യം പറഞ്ഞു. വന്ന ഗസ്റ്റുകൾക്ക് 24 മണിക്കൂർ വേണമായിരുന്നു. നമ്മുടെ റൂൾസ് വെച്ച് അത് പറ്റില്ല. അപ്പോൾ പിന്നെ അവർ വേറെ സ്ഥലം ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ കാര്യം അങ്ങ് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലെങ്കിലും അവർ വേറെ എവിടെയെങ്കിലും പോയിട്ട് താമസിക്കുമായിരുന്നില്ലേ. അതിൻ്റെ പേരിൽ മാഡം എന്നെ ചീത്ത വിളിച്ചു, ജോലിയും കളഞ്ഞു. നിവിൻ പറയുന്നുണ്ട്, അമ്മയുടെ സ്വഭാവം നിനക്കറിയാവുന്നതല്ലേ എന്ന്. അപ്പോൾ കാവേരി ചോദിച്ചു, അവർ ആരാണെന്ന് അവരുടെ വിചാരം? കുറച്ച് പൈസ ഉണ്ടെന്ന് കരുതിയിട്ട് എന്തും കാണിക്കാമെന്നാണോ? ഞങ്ങൾ ഇത്തിരി പാവങ്ങളായിരിക്കും, പക്ഷേ ആരുടെ മുന്നിൽ തലകുലിക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഈ ജോലി ഇനി എനിക്ക് വേണ്ട എന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു.
ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ എന്ന് നിവിൻ ചോദിച്ചുവെങ്കിലും കാവേരി സമ്മതിച്ചില്ല. നിവിൻ, എനിക്ക് ഈ ജോലി തന്നതിൽ ഒരുപാടധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. നിവിൻ ആകെ ടെൻഷനായി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവളും അമ്മയും കൂടി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ എന്നും ഇങ്ങനെ അടിയായിരിക്കുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ ആകെ ടെൻഷനോട് കൂടി നിൽക്കുകയാണ് നിവിന് കാവേരിയെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവളെ സ്വന്തമാക്കണമെന്നുണ്ട്. പക്ഷേ വീട്ടിലെ ഈ ഒരു അവസ്ഥ അവനെ വല്ലാതങ്ങ് കുഴപ്പിച്ചു. കാവേരി വീട്ടിലെത്തി ആകെ അസ്വസ്ഥനായിരിക്കുകയാണ്. ശാരദ വന്ന് ചോദിക്കുമെന്നല്ലോ എന്താ പ്രശ്നമെന്ന് നേരത്തെ വന്നത് എന്നൊക്കെ. കൃത്യം ആ സമയത്തിന് ശാരദ വന്നു. കാവേരി ഞെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ശാരദ ചോദിച്ചു, എടി നീ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കാവേരി പറയുന്നുണ്ട്, എനിക്കിവിടെ വന്ന് ഇരുന്നുകൂടെ എന്ന്. ഗംഗ വന്ന് ജോലി ഇല്ലായിരുന്നോ എന്ന് തിരക്കി. ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് കാവേരി പറഞ്ഞു. ശാരദക്ക് അത് അത്ര അങ്ങ് പിടിച്ചില്ല. എന്തിനാ ഈ സമയത്ത് ഗസ്റ്റ് എന്ന് ചോദിച്ച് കാവേരി പറഞ്ഞു, അതിന് ഗസ്റ്റ് എന്തിനെന്താ വന്നൂടെ? എങ്ങനെയുള്ള ഗസ്റ്റുകളാണ് വരുന്നത് എന്ന് ശാരദ ചോദിച്ചപ്പോൾ കാവേരി ചോദിക്കുന്നുണ്ട്, അമ്മക്ക് എങ്ങനെയുള്ള ഗസ്റ്റുകളായാലും എന്താ അമ്മയെന്ന്. ശാരദക്ക് ആശങ്കയാണ്. 3-4 പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്, പുറത്തുനിന്നവരെ വന്ന് താമസിക്കുമെന്നത് ശരിയാണോ? ആണാണോ പെണ്ണാണോ വരുന്നത് എന്നൊക്കെ ശാരദ തിരക്കി. ഭാര്യയും ഭർത്താവുമാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശാരദക്കൊരു സംശയം. ഉറപ്പാണോ എന്ന് ചോദിച്ചപ്പോൾ കാവേരി കളിയാക്കി പറഞ്ഞു, സംശയമുണ്ടെങ്കിൽ അമ്മ അവരുടെ ആധാർ കാർഡ് വാങ്ങിച്ചു നോക്ക്. ശാരദ പറഞ്ഞു, നിനക്ക് ഇങ്ങനെയൊക്കെ പറയാം. 5 പെൺമക്കളെ വളർത്തുന്ന ഒരമ്മയുടെ വേദന എനിക്ക് മാത്രമല്ലേ മനസ്സിലാവുള്ളൂ. നീയൊക്കെ ഒരമ്മയാവുമ്പോൾ ഇത് അറിയുമെന്നൊക്കെ പറയും. കാവേരി പറഞ്ഞു, അമ്മയെപ്പോലെ ഞാൻ മന്ദബുദ്ധിയൊന്നും അല്ല എന്ന്. എനിക്ക് ഇത്രയും പിള്ളേരൊന്നും ഉണ്ടാകാനും പോകുന്നില്ല. ഇത് കേട്ടപ്പോൾ ഗംഗ ചിരിച്ചുപോയി. ശാരദയോട് കാവേരി പറഞ്ഞു, അമ്മ എപ്പോഴും ഇങ്ങനെ പേടിച്ചിരുന്നാലൊന്നും ശരിയാവില്ല. ബോൾഡ് ആവണം. ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ധൈര്യവും ചങ്കൂറ്റവും വേണം. ശാരദ ഒന്നും പറയാതെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോയി. ഗംഗ തിരക്കി ഗസ്റ്റുകൾ എപ്പോഴാണ് വരുന്നത് എന്ന്. ഇപ്പോൾ വരുമെന്ന് പറഞ്ഞുവെങ്കിലും അവരെത്താത്തത് കൊണ്ട് തന്നെ കാവേരിയുടെ ഉള്ളിൽ ആകുലതയായി. അഡ്രസ്സ് കൊടുത്തു വിട്ടതാണ്, പക്ഷേ കാണുന്നില്ല. ഗംഗ പറഞ്ഞു, നീ ജോലിക്ക് പോയിക്കോ, അവർ വരുമ്പോൾ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. ജോലി കളയണ്ട എന്ന് പറഞ്ഞപ്പോൾ കാവേരി പറഞ്ഞു, സാരമില്ല എന്ന്. ഗംഗക്ക് അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ സംശയമായി. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് കാവേരി ഒഴിഞ്ഞു മാറിക്കൊണ്ട് തന്നെ മറുപടി നൽകി. ഇതേ സമയം രാജേശ്വരി നിവിനോടങ്ങ് ദേഷ്യപ്പെടാണ്. അവൾ എന്നെ വെല്ലുവിളിച്ചിട്ടാടാ പോയത്, രാജേശ്വരി പറഞ്ഞു. നിവിൻ പറയുന്നുണ്ട്, അമ്മക്ക് അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നോ? കാര്യം അറിയാതെ അവളെങ്ങനെ ഇറക്കി വിട്ടത് ശരിയായില്ല. നിവിൻ അവളെ സപ്പോർട്ട് ചെയ്തത് കണ്ടപ്പോൾ രാജേശ്വരിക്ക് കട്ടക്കരിപ്പിലായി. എല്ലാവരും കൂടി ചേർന്നിട്ട് എനിക്കിട്ട് പണി തരാൻ നോക്കുവാണല്ലേ. ഈ രാജേശ്വരിയെ ആരും അങ്ങനെ പാഠം പഠിപ്പിക്കാനൊന്നും വരണ്ട എന്ന് പറഞ്ഞ് അവരങ്ങ് ദേഷ്യപ്പെട്ടു. നിവിൻ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. അമ്മയോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് അവന് മനസ്സിലായിരുന്നു. രാജേശ്വരി ആസിഫിനോട് പറയാണ്, ഇവളെ ഞാൻ വെറുതെ വിടില്ല. ഇവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണം. ഗസ്റ്റിനെ കാത്ത് അവൾ അവിടെ ഇരിക്കുകയായിരിക്കും. രാജേശ്വരി ആരാണെന്നൊക്കെ അവൾ ഇനി അറിയാൻ പോകുന്നതേയുള്ളൂ. രാജേശ്വരിയുടെ മനസ്സിൽ പക കത്തുകയായിരുന്നു. അവർ നേരെ ആസിഫിനെയും കൂട്ടിയിട്ട് കാവേരിയുടെ വീടിനടുത്തുള്ള കവലയിലേക്ക് തിരിച്ചു. കാവേരി കൊടുത്ത അഡ്രസ്സ് തിരക്കി വന്ന ആ ദമ്പതികളെ രാജേശ്വരി പാതി വഴിയിൽ തടഞ്ഞു. അവിടെ താമസിക്കാൻ സൗകര്യമില്ല എന്നും ആ ഹോം സ്റ്റേ നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നും പറഞ്ഞ് അവരെ ഭയപ്പെടുത്തി തിരിച്ചയച്ചു. ഇതിലൊന്നും തൃപ്തിയാകാതെ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഹെൽത്ത് ഇൻസ്പെക്ടറെയും കൂട്ടിക്കൊണ്ട് തന്നെ രാജേശ്വരി കാവേരിയുടെ വീട്ടിലേക്ക് പാഞ്ഞെത്തി. കാവേരിയും ഗംഗയും ഗസ്റ്റുകളെ കാത്തിരിക്കുമ്പോഴാണ് മുറ്റത്തൊരു ജീപ്പ് വന്ന് നിന്നത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വീട്ടിൽ കയറി പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ ലൈസൻസ് ഇല്ലാതെ ഹോം സ്റ്റേ നടത്തുന്നു എന്ന് പറഞ്ഞ് കാവേരിക്ക് നോട്ടീസ് നൽകി. ശാരദ ആകെ തകർന്നുപോയി. അയൽവാസികൾക്ക് മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ടി വന്ന സങ്കടത്തിൽ അവർക്കറിയാൻ തുടങ്ങി. എന്നാൽ കാവേരി തളർന്നില്ല. രാജേശ്വരിയുടെ മുഖത്ത് നോക്കി അവൾ ഉറപ്പിച്ചു പറഞ്ഞു, മാഡം ജയിച്ചു എന്ന് കരുതണ്ട. ലൈസൻസ് എടുത്തും നിയമങ്ങൾ പാലിച്ചും തന്നെയാണ് ഞാനിത് നടത്തുന്നത്. ഈ പടയിറങ്ങുന്നതും ഇതിലും വലിയൊരു സ്വപ്നത്തിലേക്കായിരിക്കും. അന്ന് രാത്രി നിവിൻ രഹസ്യമായി കാവേരിയെ കാണാൻ വന്നു. അമ്മ ചെയ്ത ക്രൂരതയ്ക്ക് അവൻ മാപ്പ് ചോദിച്ചു. കാവേരിയെ സഹായിക്കാൻ അവൻ സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു. അവൾ അത് സ്നേഹപൂർവ്വം തന്നെ നിരസിച്ചു. നിവിൻ്റെ സ്നേഹം എനിക്ക് വലിയ കാര്യമാണ്, പക്ഷേ ഈ പോരാട്ടം എൻ്റേതാണ്. എനിക്കിത് ഒറ്റയ്ക്ക് തന്നെ ജയിക്കണം നിവിൻ എന്നവൾ മറുപടി നൽകി. കാവേരി തൻ്റെ പഴയ പരിചയത്തിലുള്ള ഒരു ടൂറിസം ഓഫീസറുടെ സഹായത്തോടു കൂടി തന്നെ ഹോം സ്റ്റേ രജിസ്ട്രേഷൻ നടപടികളൊക്കെ വേഗത്തിലാക്കി. ഗംഗയും അനിയത്തിമാരും കാവേരിക്ക് തണലായി നിന്നു. 1 വർഷം തികയാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കെ രാജേശ്വരിയുടെ ഹോം സ്റ്റേയിലെ പ്രധാന ബുക്കിങ്ങുകളെല്ലാം തന്നെ റദ്ദാക്കപ്പെട്ടു. കാരണം അന്വേഷിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി. തൊട്ടടുത്ത് തന്നെ കാവേരി പാലസ് എന്ന പേരിൽ അത്യാധുനിക ഹോം സ്റ്റേ തുടങ്ങിയിരുന്നു. കാവേരിയുടെ ആതിഥേയ മര്യാദയെക്കുറിച്ചും അവിടുത്തെ നാടൻ ഭക്ഷണത്തെക്കുറിച്ചും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി. വിദേശത്ത് പോലും രാജേശ്വരിയുടെ വലിയ റിസോർട്ട് ഉപേക്ഷിച്ച് കാവേരിയുടെ ചെറിയ വീട്ടിലേക്ക് തന്നെ വരാൻ തുടങ്ങി.
ഒടുവിൽ മികച്ച ഗ്രാമീണ ടൂറിസം സംരംഭത്തിനുള്ള അവാർഡ് വാങ്ങിക്കാൻ കാവേരി വേദിയിലേക്ക് കയറുമ്പോൾ താഴെ സദസ്സിൽ തോൽവി സമ്മതിച്ച ഭാവത്തിൽ രാജേശ്വരി ഇരിക്കുന്നുണ്ടായിരുന്നു. നിവിൻ അഭിമാനത്തോടെ തൻ്റെ പ്രിയപ്പെട്ടവളെ നോക്കി കൈയടിച്ചു. ശാരദയുടെ കണ്ണുകളിൽ അന്ന് പേടിയായിരുന്നില്ല, മറിച്ച് തൻ്റെ മക്കളെക്കുറിച്ചുള്ള അഭിമാനം തന്നെയായിരുന്നു നിറഞ്ഞു നിന്നത്. കാവേരി ആ വേദിയിൽ വെച്ച് പറഞ്ഞു, ധൈര്യവും ചങ്കൂറ്റവും ഉണ്ടെങ്കിൽ ഏത് രാജേശ്വരിമാരെയും നമുക്ക് മറികടക്കാമെന്ന്. അതോടെ ആ പെൺപുലിയുടെ വിജയം പൂർണ്ണമായി. അങ്ങനെ ഈ പുഴയും കടന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.